അപ്പോൾ ഇനി നമ്മൾ റിവാലുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓരോ പാർട്ട്നേഴ്സിനും ഓരോ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. ഒരു 3 പാർട്ട്നേഴ്സ് ഉള്ളതുകൊണ്ട് 3 അക്കൗണ്ട് വരച്ചു. ഈ അക്കൗണ്ടൊക്കെ 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. എന്നിട്ട് ക്രെഡിറ്റ് സൈഡാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ എൻട്രീസ് വരുന്നത് ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡിൽ ഫസ്റ്റായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബൈ ഓപ്പണിംഗ് ബാലൻസ് എഴുതാൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതുക. ഇവിടെ നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിലെ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിലെ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം 1,80,000 എയുടെ 1,50,000 ബിയുടെ. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി. എയുടെ 1,80,000, ബിയുടെ 1,50,000. സി പുതിയ പാർട്ട്ണറാണ്, അയാളുടെ ബാലൻസ് അവിടെ ഇല്ല. ഇനി നിങ്ങളുടെ എൻട്രീസ് നോക്കുക. എൻട്രീസ് നോക്കിയിട്ട് ക്യാപിറ്റൽ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് എൻട്രി വയ്ക്കുക, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സീസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ വരുന്നു, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് വേണം. ക്യാപിറ്റലോട് ക്രെഡിറ്റ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആസ്പെക്റ്റ് ക്യാഷ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ്, ഓപ്പോസിറ്റ് ആസ്പെക്റ്റ് ക്യാഷ്. എമൗണ്ട് 1 lakh. സി ഡെയിലി, സി ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത് 1 lakh. ഇനി അടുത്ത എൻട്രി നോക്കുക. ക്യാപിറ്റൽ വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ വരത്തില്ല, ക്യാപിറ്റലില്ല. 3ാമത്തെ വഴിക്ക് ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്, അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മുടെ പോസ്റ്റിംഗ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ഗുഡ് വില്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം എഴുതുക, ഗുഡ് വിൽ. എസ് ക്യാപിറ്റൽ 40,000, ബീസ് ക്യാപിറ്റൽ 20,000 എഴുതി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റൽ എൻട്രീസ് വരുന്നില്ല, ബാക്കിയൊക്കെ റീവാലുവേഷൻ എൻട്രീസാണ്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നിങ്ങൾ റീവാലുവേഷൻ അക്കൗണ്ട് ശ്രദ്ധിക്കുക. അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട് നമുക്ക്. ഈ പ്രോഫിറ്റ് പഴയ പാർട്ട്നേഴ്സിന് പഴയ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അത് അവർക്ക് അവകാശപ്പെട്ടാണ്, പുതിയ ആൾക്കല്ല. പഴയ പാർട്ട്നേഴ്സിന് പഴയ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി വരിക, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ്. ഒരിക്കലും മറന്നു പോകരുത്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരും, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരും. പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇവിടെ എഴുതുന്ന റിവാലുവേഷൻ, അതിന് പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ എഴുതിയാലും മതി. എന്നിട്ട് 3,000 ഓൾഡ് റേഷ്യോയിൽ. അപ്പോൾ 3,000 ഇൻറ്റു 2/3 എക്ക് കിട്ടും, 3,000 ഇൻറ്റു 1/3 ബിക്ക് കിട്ടും. അപ്പോൾ 2,000 and 1,000. പുതിയ ആൾക്ക് കൊടുക്കൂല കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു? ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കാണിച്ചു, പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കാണിച്ചു, പുതിയ പാർട്ട്ണറുടെ ഗുഡ് വിൽ എൻട്രി കാണിച്ചു, റീവാലുവേഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു, ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇത്രയേ വരുള്ളൂ ഇതിനകത്ത്. ഇനി നിങ്ങൾ സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണ പോലെ ക്ലോസ് ചെയ്യുക. 2 സ്ഥലത്തും പാരലായിട്ട് വരക്കുക. ടോട്ടൽ എടുക്കുക. ഈ സൈഡാണ് ടോട്ടൽ കൂടുതൽ. 180 + 40 220, 222 രൂപ വരും. അതായത് ഇവിടെ എഴുതി 2,22,000 ബാലൻസ് ക്യാരിഡ് ഓൺ 2,22,000 എയുടെ കിട്ടി. അതുപോലെ ബിയുടെ കണ്ടുപിടിക്കുക. ഇവിടെ 1,50,000, 1,70,000, 1,71,000. അത് തന്നെ ഇവിടെ എഴുതി 1,71,000. ഇവിടെ മൈനസ് ചെയ്യാനൊന്നുമില്ല, അപ്പോൾ അത് തന്നെ വരും 1,71,000. ഇനി സിയുടെ നോക്കുക. സിയുടെ 1 lakh ഉള്ളൂ, അപ്പോൾ 1 lakh ഇവിടെ എഴുതി. അത് ഞാൻ ഇപ്പുറത്തും എഴുതി 1 lakh. ഇവിടെ മൈനസ് ചെയ്യാനൊന്നുമില്ല, അപ്പോൾ ബാലൻസ് 1 lakh തന്നെ കിട്ടി. ഉണ്ടോ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് 2ാമത്തെ അക്കൗണ്ട്. അപ്പോൾ 1ാമത്തെ അക്കൗണ്ടായിട്ട് റിവാലുവേഷൻ ചെയ്തു, 2ാമത്തെ അക്കൗണ്ടായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തു.